ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി ലൈറ്റ് റൂം പ്രിസെറ്റുമായിട്ടാണ്. ഓക്കെ, ഈ പ്രിസെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമായ പാസ്വേഡ് ഞാൻ ഈ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ലൈറ്റ്സിലേക്ക് പോകാം. ലൈറ്റ്സിലേക്ക് വന്നതിന് ശേഷം കോൺട്രാസ്റ്റ് എന്നുള്ളത് ഒരു 46 ആക്കി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഹൈലൈറ്റ്സ് എന്നുള്ളത് നമുക്കൊരു -47 ആക്കി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഷാഡോസ് എന്നുള്ളത് ഒരു 60 ആക്കി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം വൈറ്റ്സ് എന്നുള്ളത് ഫുള്ള് -100 ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ബ്ലാക്സ് എന്നുള്ളത് ഒരു 12 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നേരെ കളറിലേക്ക് വരിക. കളറിലേക്ക് വന്ന ശേഷം ടെമ്പറേച്ചർ എന്നുള്ളത് ഒരു -8 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ടിൻ്റ് എന്നുള്ളത് ഒരു 23ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വൈബ്രൻസ് എന്നുള്ളത് ഒരു 76 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം സാച്ചുറേഷൻ ഒരു -16 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നേരെ കളർ മിക്സിലേക്ക് വരിക. കളർ മിക്സിലേക്ക് വന്നിട്ട് ഓരോ കളറും ഞാനിവിടെ സെറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ കളറും ഇങ്ങനെ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ ഹ്യൂവും അതുപോലെ തന്നെ സാച്ചുറേഷൻ ലൂമിനൻസും എല്ലാം ഇതുപോലെ ഞാനിവിടെ സെറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കളർ മിക്സിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നേരെ ഗ്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർക്കിൾ കാണാൻ പറ്റും. ജസ്റ്റ് ഇത് അവിടെ സ്ക്രോൾ ചെയ്ത് അവിടെ ഹ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒരു 212 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അതിൻ്റെ സാച്ചുറേഷൻ എന്നുള്ളത് ഒരു 10 ആക്കി കൊടുക്കുക. അതിനുശേഷം നേരെ താഴേക്ക് വന്നാൽ കാണാൻ പറ്റും ബ്ലെൻഡിങ് എന്നുള്ളത് അതൊരു 100 ആക്കിയ ശേഷം ബാലൻസ് ഒരു -33 ആക്കി കൊടുക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ തേർഡ് സർക്കിൾ, അതായത് മൂന്നാമത് കാണുന്ന സർക്കിളിലും ഇതേപോലെ തന്നെ ഹ്യൂ ഒരു 241 സെറ്റ് ചെയ്ത ശേഷം അതിൻ്റെ സാച്ചുറേഷൻ ഒരു 14 സെറ്റ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡിങ് ആൻഡ് ബാലൻസ് സെയിം ആക്കി തന്നെ വെച്ചേക്കുക. ഓക്കെ, അതിനുശേഷം ഡൺ കൊടുത്ത ശേഷം നേരെ എഫക്ട്സിലേക്ക് വരിക. എഫക്ട്സിലേക്ക് വന്ന ശേഷം ഫസ്റ്റ് ടെക്സ്ചർ എന്നുള്ളത് ഒരു +10 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ക്ലാരിറ്റിയും അതുപോലെ തന്നെ +10ലേക്ക് കൊണ്ടുവെക്കുക. അതിനുശേഷം ഡിഹൈസ് എന്നുള്ളത് ഒരു 8 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വിജിനിറ്റ് എന്നുള്ളത് ഒരു -34ലേക്ക് കൊണ്ടുവെക്കുക. ഓക്കെ, അതിനുശേഷം മിഡ് പോയിൻ്റ് എന്നുള്ളത് ഒരു 9ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 9. അതിനുശേഷം ഫെദർ എന്നുള്ളത് ഒരു 70 ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോപ്പി ചെയ്ത് മറ്റുള്ള ഫോട്ടോസിലൊക്കെ പേസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പ്രിസെറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ വീഡിയോയിൽ നിന്നും കിട്ടിയിട്ടുള്ള പാസ്വേഡ് നിങ്ങളോട് എൻ്റർ ചെയ്ത് ഈ പ്രിസെറ്റ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ലൈറ്റ് റൂമിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്ത ശേഷം ഇതുപോലെ തന്നെ ഇതിൻ്റെ സെറ്റിങ്സ് കോപ്പി ചെയ്ത ശേഷം നിങ്ങളുടെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ ഏതാണോ അതിലേക്ക് കൊണ്ടുവന്ന ശേഷം ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഈ പ്രിസെറ്റ് നിങ്ങളുടെ ഫോട്ടോയിലേക്ക് അപ്ലൈ ആവുന്നതാണ്.
ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.